ഹായ്, നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം എന്താ പറയുക, ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. അതുപോലെ എനിക്കും. പിന്നെ എനിക്ക് നല്ല ദിവസമാണോ എന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ്. കാരണം ഇന്നെനിക്ക് നിങ്ങളോടൊരു സാഡായ കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അത് വേറൊന്നുമല്ല. മോള് തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. അവന് ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്നൊക്കെ എന്നോടിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇനി എന്താണെന്നറിയില്ല. ഉറച്ച തീരുമാനം എന്താണെന്നും അറിയില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളവളെ കൂടുതൽ ഒന്നിനും പുഷ് ചെയ്യാൻ പാടില്ലല്ലോ, ടെൻഷൻ എടുപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞതാണ്, ഞാൻ മമ്മിക്ക് വേറൊന്നും തോന്നരുത്, ഞാൻ തിരിച്ച് പോകും, ചിലപ്പോൾ പോയിട്ട് ഒരു ചാൻസും കൂടെ കൊടുക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാം എന്ന രീതിയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഒന്നൊരക്ഷരം മിണ്ടിയില്ല. കാരണം നിൽക്കണോ വേണ്ടേന്നൊക്കെ അവർ ചിന്തിക്കുക. പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? അവരുടെ ഇഷ്ടമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. ശരി. അന്നേരം അവർ താമസിക്കുന്ന വീടെന്തോ മാറി എന്തൊക്കെയോ വേണം. കാരണം അവർക്ക് കുറച്ചും കൂടെ ടൗണിലോട്ട് എന്തോ വരികയൊക്കെ വേണം എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല എന്താകുമെന്ന്. ആരോടും ഫൈറ്റ് ചെയ്യാനൊന്നും വയ്യ വീണ്ടും. അതുകൊണ്ട് പോകുന്നവർ പോട്ടെ, നിൽക്കുന്നവർ നിൽക്കട്ടെ. അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്. നമ്മളൊരു കാര്യം വിചാരിക്കും, ദൈവം ഒരു കാര്യം നമുക്ക് തലയിലെഴുതി തരും. കാരണം അവൾ പോകുന്നതിൽ വിഷമോ തീർച്ചയായിട്ടും ഉണ്ട്. എപ്പോൾ പോകുന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. പോകും എന്ന് പറഞ്ഞു. ഒരു ചാൻസും കൂടെ കൊടുക്കണം. മനുഷ്യനല്ലേ, നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ അവർ സംസാരിച്ചു. ഞാനൊന്നും ആലോചിച്ചില്ല. ഉള്ള പറയാം, ഒരു കാര്യവും ഞാൻ ആലോചിച്ചില്ല. ഞാൻ അത് മിണ്ടാതിരുന്ന് കേട്ടതേ ഉള്ളൂ. എന്തിനും നമ്മൾ ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നത്? പോണവർ പോട്ട്. പിന്നെ അല്ല, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിലെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലാകില്ലെന്ന് വെച്ചാൽ പിന്നെ അത് അവരുടെ വിധി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതറിയുമ്പം വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും സിസ്റ്ററും അമ്മയായിട്ട്. കാരണം അവരൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു നിർത്തുമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതെൻ്റെ കയ്യിലല്ല. ചെറിയ കുട്ടിയല്ല, 18 വയസ്സിന് താഴെ കുട്ടിയാണ്. നമുക്ക് 2 തല്ലെങ്കിലും കൊടുത്തിട്ട് നമുക്ക് പറയാം അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 18 വയസ്സായാലും 6 വയസ്സായാലും 10 വയസ്സായാലും കുട്ടികളെ തല്ലാൻ പാടില്ല. അങ്ങനെ നിയമമുണ്ട്. അന്നേരം എന്താ പറയുക, നമുക്ക് ഒന്നൊന്നും ചെയ്യാൻ പറ്റും. നാളെ ഇനി അവൾ മാറി നിന്നിട്ട് പറയാണ് എൻ്റെ മമ്മി എന്നെ ജീവിക്കാൻ വിടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ എൻ്റെ പുറത്ത് വരും കേസും കാര്യങ്ങളുമൊക്കെ. എനിക്കതൊന്നും താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. കാരണം ഞാൻ ഒരു മനുഷ്യരെ ഇതാക്കാൻ നിന്നില്ല. പിന്നെ മകൾ പോയ വേദന എന്തായാലും എനിക്കുണ്ടാകും, വിഷമം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, പഴയതുപോലെ വിഷമിക്കും. അതൊക്കെ സത്യം തന്നെയാണ്. എന്ന് വെച്ചാൽ അവളെ എനിക്ക് അടിക്കാനോ പറക്കാനോ ഒന്നും പറയുന്നില്ല. സിസ്റ്ററിനോട് ഓൾറെഡി പറഞ്ഞിരുന്നു, ഇനി പോവുകയാണെങ്കിൽ ഇവളായിട്ട് യാതൊരു ബന്ധവും ഇനി വെക്കരുത്, അവരും ഇവളായിട്ട് യാതൊരു ബന്ധവും വെക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഇത് ഞാൻ ഫസ്റ്റ് ഇവരോട് പറഞ്ഞായിരുന്നു. കാരണം ഇവളുമായിട്ട് സംസാരിക്കല്ലേ, ഒന്നും ചെയ്യുന്നത് ഞാൻ ഇവരോട് പറഞ്ഞു. പക്ഷേ ഇവരാണത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പം ഇതെല്ലാം കരങ്ങി അവളവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവളവിടെ നിന്നില്ല, എൻ്റെ അടുത്താണ് വന്നത്. അതിനും അവർക്ക് ചെറിയൊരു വിഷമമുണ്ട്. എന്തായിരുന്നാലും എല്ലാം ഞാൻ ഫേസ് ചെയ്യണം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കാൻ പോകുന്ന എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്ന ആയാലും എല്ലാം ഫേസ് ചെയ്തേ പറ്റൂ. അല്ലാതെ എനിക്ക് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പിന്നല്ല ഞാൻ എന്ത് പറയാനാ? നമ്മൾ പറയാനുള്ളതും എല്ലാം
1 മുതൽ 100 വരെയുള്ള കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പോവുകയാണ്. ഒരു ചാൻസും കൂടെ കൊടുക്കണം. കാരണം ആ വ്യക്തി എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടും മെസ്സേജ് ഇട്ടുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം പിന്നെ മെസ്സേജ് ഇങ്ങനെ അയക്കും വാട്സപ്പിൽ. പിന്നെ അതുപോലെ ആ ഒരു റിലേഷൻ കട്ട് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ വെറും നോക്കുകുത്തികളെ പോലെ നോക്കിയിരിക്കാനേ പറ്റൂ. അത് തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. നോക്കുകുത്തിയെ പോലെ നോക്കിയിരിക്കുക. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. വിഷമമുണ്ടോ ചോദിച്ചാൽ വിഷമമുണ്ട്. വിഷമമില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയൊക്കെ ദേഷ്യം വന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തിയോട് പിന്നെയും അവൾ സ്വരുമിച്ച് പോകുന്നു എന്നറിയുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം എന്തെങ്കിലും അപകടം പറ്റുമോ, ഇനി ആ വ്യക്തി എങ്ങനെ നോക്കും, ഇവിടെ നോക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയ ഇത് വെച്ചെന്തെങ്കിലും ഇനി തിരിച്ച് നമ്മുടെ അടുത്ത് വന്ന് ഈ ഒരു ആഴ്ച നിന്നതിനെക്കുറിച്ച് നീ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമോ, ഇനി വീണ്ടും ഇതുപോലെ പല രീതികൾ ആവർത്തിക്കുമോ എന്നൊക്കെ ഉള്ള ചെറിയ പേടിയും ഭയമൊക്കെ എനിക്കുണ്ട്. പക്ഷെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഒരു രീതിയിൽ ഇനി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പിന്നെ പല ആൾക്കാരും പറഞ്ഞ് കേസ് കൊടുക്കുന്നത് കേസൊക്കെ കൊടുത്തതാണ്. കാരണം ഈ പോലീസുകാർക്കായാലും ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടി തിരിച്ച് പോകുക എന്ന് പറഞ്ഞാൽ അത് പോവുക തന്നെ അവർ എഴുതി വെപ്പിച്ചിട്ട് ചെയ്യും. ഇത് തന്നെയാണ് അന്നും അവർ ചെയ്തത്. ഞാൻ കേസ് കൊടുത്ത സമയത്തും അവൾക്ക് അവരോട് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ച് കൊടുത്തിട്ട് പോയത്. പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന വീഡിയോ പൊസിഷൻ കാണിച്ചാലും ഇവൾ പറയുകയാണ് ഞാൻ ഇനി ഒരു ചാൻസും കൂടെ കൊടുക്കുകയാണ്, ഓക്കെയാണ് എന്ന് പറഞ്ഞ് പോയാൽ അതങ്ങനെ തന്നെ പറ്റൂ. അല്ലാതെ പോലീസുകാർക്കോ നിയമത്തിനോ ഈ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പെൺകുട്ടി നമ്മുടെ സൈഡായിരിക്കണം. അങ്ങനെയാണെങ്കിൽ റൂളുണ്ട്. അല്ലാത്ത ഒരു സമയത്തും ഒരു കാര്യവും നമ്മളെ കൊണ്ടോ നിയമത്തിനെ കൊണ്ടോ ചെയ്യാൻ പറ്റത്തില്ല. അത് ഉറപ്പാണ്, 100%. പെൺകുട്ടി നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്, ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു എടുത്തു എന്നും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്നു, വീണ്ടും എന്നെ വിളിക്കുക, ശല്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ചെറിയ കേസ് ഫയൽ ചെയ്താൽ അത് 8ൻ്റെ പണി കിട്ടും. പക്ഷേ അല്ലാതെ ഈ പെൺകുട്ടി നമ്മോടൊപ്പം നിൽക്കാതെ നമ്മളെ ഒന്ന് കൊടുത്താലും നമ്മൾ പട്ടിയാവുന്നതല്ലാതെ അതിൽ വേറെ ഒരു ഗുണവും നമുക്ക് ലഭിക്കില്ല. നമ്മൾ നാണം കെടും. അന്നേരം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ട്. ഉറക്കം എണ്ണിച്ചിട്ടില്ല. ഞാനിപ്പം നേരത്തെ ഒന്ന് ഉറക്കം എണ്ണിച്ച്. ഇന്നലെ ആണെങ്കിൽ ലേറ്റായിട്ട് എണ്ണിച്ചു. പക്ഷെ ഇന്നിച്ച് നേരത്തെ ഉറക്കം എണ്ണിച്ച് ഫ്രഷായതേ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അന്നേരം ഞാൻ വിചാരിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം പെട്ടെന്ന് പോയിട്ടൊന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പം എന്താവും. അന്നേരം പണ്ടേ അങ്ങനെ സ്ഥിരതയുള്ളൊരു തീരുമാനം അവളെടുക്കില്ല. ഭയങ്കര സിമ്പതിയാണ് എല്ലാവരുടെ കൂടെയും. അന്നേരം അതാണ് അവളുടെ ജീവിതത്തിലെ പരാജയവും. അവൾക്ക് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല പൊതുവെ കാര്യത്തിൽ. അതാണ് പ്രശ്നം. പിന്നെ അമ്മയായിപ്പോയില്ലേ, ഇതെല്ലാം കൊണ്ടിരിക്കണമല്ലോ. അല്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വിഷമിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗവും എനിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കൂട്ടുസെറ്റുകളോ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒരിടപാടും ശ്രമിക്കാതിരിക്കുക. ശ്രമിച്ചാലും മക്കളുടെ രീതിക്ക് ഓരോ ആൾക്കാർ ഓരോ രീതിക്ക് പോകും. പിന്നെ നമുക്ക് ചുറ്റും നമ്മളെ ചിരിച്ച് കാണിക്കുന്നവരൊന്നും നമ്മളോട് സ്നേഹമുള്ളവരല്ല. നമ്മളൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതുകത്തിട്ട് കുത്താൻ നോക്കിയിരിക്കുന്നതാണ് പല ആൾക്കാരും. അത് പല അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. സീരിയസ്ലി പറയാം, പല അനുഭവങ്ങൾ. കാരണം നമ്മൾ ചിന്തിക്കും ഇവർ നമ്മളെക്കുറിച്ച് സ്നേഹമായിരിക്കും നല്ലതായിരിക്കും പറയുന്നത്. ഒരിക്കലും അല്ല. അത് ഓരോ ആൾക്കാർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് വിഷമം വരികയാണ്. കാരണം നമ്മളിവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നതാണ് റോങ്ങായ കാര്യങ്ങൾ. എനിവേ മനുഷ്യർ നന്നാവട്ടെ. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ നന്നാവുമെന്ന് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇന്നില്ലെങ്കിൽ നാളെ മനുഷ്യൻ നന്നാവും. എവിടെ നന്നാവാൻ? ബന്ധങ്ങൾക്ക് പോലും വില കൊടുക്കാതാണ് ചില ആൾക്കാർ പല കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട്. എല്ലാവർക്കും മുഖംമൂടികളാണ്. നമ്മുടെ മുമ്പിലൊന്ന്, നമ്മൾ മാറി അങ്ങോട്ട് കഴിയുമ്പോൾ വേറെ ഒന്ന്. സീരിയസ്ലി പറയുക, കേസ് ഉള്ളത് പറയുക. എല്ലാവരും ഏതോ സിനിമയിൽ അഭിനയിക്കുന്ന കണക്കാണ് ലൈഫ് അഭിനയിച്ച് തീർക്കുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. എന്താണ് ആൾക്കാരെല്ലാം ഇങ്ങനെ ആവുന്നതെന്ന്. നമ്മളെ കാണാൻ നമ്മുടെ അടുത്ത് പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്.
നമ്മളിട്ട് മാറിക്കഴിയുമ്പം നമ്മളെക്കുറിച്ച് വെറും ബാഡായിട്ട് രീതിയിൽ ആൾക്കാർ സംസാരിക്കും. നന്നാവില്ല, ഒരു മനുഷ്യരും നന്നാവില്ല. സീരിയസ്ലി പറയാം. ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. നമ്മളിവരെങ്ങനെയല്ലല്ലോ കണ്ടത്, നമ്മളടുത്ത് ചിരിച്ച് കാണിച്ചിട്ട് എന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അവർക്ക് അവനവൻ്റെ കാര്യങ്ങൾ, അവനവൻ്റെ സന്തോഷങ്ങൾ, അവനവൻ്റെ സന്തോഷത്തിൽ വേറെയുള്ളവർ വേദനിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ദുഃഖിക്കുന്നുണ്ടോ ഒന്നും നോട്ടമില്ല. അഭിനയം എല്ലാവർക്കും. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ, ഒരു സീരിയൽ അഭിനയിക്കുന്നതൊക്കെ അഭിനയം. എല്ലാ മനുഷ്യരും. എനിവേ, അറിയില്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന്. നമുക്ക് വഴിയെ ഓരോന്നോരോന്ന് കാണാം. മനുഷ്യരും ഇങ്ങനെ മാറ്റങ്ങളാണ്. ഇപ്പം ഇപ്പം സന്തോഷത്തോടെ ഇരുന്ന കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ദുഃഖത്തോടെ ഇരിക്കും. അത് മനുഷ്യൻ്റെ വിധി, ഓരോ ആൾക്കാരുടെയും വിധി അങ്ങനെയാണ്. അന്നേരം അവൾക്ക് ശരിയും തോന്നുക ചെയ്യട്ടെ, അല്ലേ? പിന്നല്ല ഞാൻ എന്ത് പറയാനാ? കൊച്ചുകുട്ടിയല്ല, 23 വയസ്സായി. അന്നേരം അവൾക്ക് തിരിച്ചറിവുണ്ടാവട്ടെ, ഏതാ ശരി ഏതാ തെറ്റെന്നൊക്കെ. അല്ല പിന്നിപ്പോൾ ഞാൻ എന്ത് പറയാനാ കേസ്? നമ്മൾ പറയാനുള്ള എല്ലാം പറയും, മനസ്സിലാക്കി കൊടുക്കാണ്ടുള്ള എല്ലാം മനസ്സിലാക്കി കൊടുത്ത്. ജീവിതം ഒന്നേ ഉള്ളൂ. സന്തോഷത്തോടെ സമാധാനത്തോടെ നിൻ്റെ കരിയർ നോക്കി നീ നല്ല രീതിയിൽ ജീവിക്കണം. അല്ലാതെ ഞാൻ നിന്നെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കുകയൊന്നും ചെയ്യില്ല. നിനക്കായിട്ട് തോന്നുന്നെങ്കിൽ നീ എന്നോട് പറയും. അല്ല ഞാൻ നിന്നെ നിർബന്ധിച്ച് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഞാൻ നിൽക്കില്ല. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഉള്ള സ്ഥലത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ മനസ്സിലാവാൻ പറ്റുന്നവരാണെങ്കിൽ മനസ്സിലാവട്ടെ, ഇല്ലെങ്കിൽ അവരവരെ വഴിക്ക് പോകട്ടെ. പിന്നെയുള്ള എന്ത് പറയാനാ? എനിക്ക് ഇന്ന് രാവിലെ ഇതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള. ജീവിതം ഒരു പരാജയം. സീരിയസ്ലി പറയാം, എൻ്റെ ജീവിതം ഒരു പരാജയം. ഒരു ദിവസം സന്തോഷിച്ച പിറ്റേ ദിവസം വിഷമമാണ്. അത് ദൈവം തലയിൽ എഴുതി തന്നിരിക്കുന്ന എന്തോ ആണ്, അല്ലാതെ ഇത് വേറൊന്നും അല്ല. കട്ട് ചെയ്തിട്ട് പോയതെന്ന് വെച്ചാൽ ഗ്യാസിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിരുന്നു. ആ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയാണ്, തിളച്ച് പറ്റിപ്പോവും. മോൻസ് രാവിലെ ഷോപ്പിൽ കൊണ്ടുപോയി ചൂടുവെള്ളം അത് തിളപ്പിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ വലിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ബ്രെഡും ജാമുമാണ്. പിന്നെ കോഫി എന്തെങ്കിലും ഉണ്ടാക്കണം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് കാര്യങ്ങൾ. പിന്നെന്താ പറയുക, പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. എനിക്കിപ്പം ഇതാണ് പറയുന്നത്. എപ്പോഴാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പോകുമെന്ന് പറഞ്ഞു, എപ്പോൾ പോകുമെന്നൊന്നും പറഞ്ഞില്ല. അപ്പം എന്തോ ഒരു വല്ലാത്ത വിഷമവും മനസ്സിൻ്റെ ഒരു വല്ലാത്ത ഫീലിങ്സ് എന്താണെന്നറിയാൻ വയ്യ. ഇപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ സ്വപ്നം കാണുകയൊക്കെ ചെയ്തു. അന്നേരം ഇതൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതും പറയാനുള്ളതും കാര്യങ്ങൾ. അപ്പോൾ മോൻസ് ഇപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. അന്നേരം ഞാൻ ഫ്രഷായി രാവിലെ എഴുന്നേറ്റ്. അന്നേരം നിങ്ങളോട് ഇതെല്ലാം പറയണമല്ലോ, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളെൻ്റെ കുടുംബമാണല്ലോ. കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളെന്തായാലും അറിഞ്ഞിരിക്കണം. അന്നേരം ഇതാണിപ്പോൾ നമ്മുടെ കുടുംബത്തിലെ പുതിയ വിശേഷം. അന്നേരം നമ്മുടെ വേദ ഇനി തിരിച്ച് പോവുകയാണ്. ഇന്ന് പോകുമെന്ന് പറഞ്ഞില്ല, ഇപ്പോൾ പോകുന്നതെന്ന് എനിക്കറിയില്ല. പോവുകയാണ്. എവിടെ പോയിരുന്നാലും നിന്നാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരാൾ ജീവിക്കുന്നെങ്കിൽ അതേ ഉള്ളൂ എനിക്ക് ആഗ്രഹമുള്ളൂ. ഹാപ്പിയായിട്ട് ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, അത്രമാത്രം മതി. ഒരു കുറവും ഇല്ലാതെ കഷ്ടപ്പെടാതിരിക്കണം. പക്ഷെ അതൊന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പറയും പിന്നെ ഞാൻ അങ്ങനെ പറയത്തില്ല ഇങ്ങനെ പറയത്തില്ല അതൊക്കെ പറയും അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എന്താ കാണിക്കാൻ പോകുന്നത്, ഇനി എന്താ പറയാൻ പോകുന്നത് എന്ന്. കാരണം ദേഷ്യം വരുമ്പോൾ അവൾ പറയുന്നത് ദേഷ്യം വരാൻ മനുഷ്യ പലതും പറയുമല്ലോ, അതുപോലെ പറഞ്ഞതാണ്. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല ദേഷ്യം വരുമ്പം അങ്ങനെ പറഞ്ഞതൊന്നും. പക്ഷെ ഒരിക്കലും ചിന്തിക്കാൻ, ഒരു അമ്മയെന്നുള്ള രീതിയിൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. സത്യം പറയണം, ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നെക്കാട്ടി കൂടുതൽ അവളാണ് അവരെ മനസ്സിലാക്കിയിരിക്കുന്നതും അവരെ കൂടെ ജീവിച്ചതും. എനിക്കറിയില്ല. എനിക്ക് ഈ കാണുന്ന കാര്യങ്ങളും എല്ലാവരും പറയുന്നത് മാത്രമേ എനിക്കറിയാവുള്ളൂ, അല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയില്ല. അന്നേരം അവരുടെ ശരി എന്താണെന്ന് വെച്ചാൽ അവരെ ശരി ചെയ്യട്ടു.
അവർക്ക് തെറ്റാന്ന് തോന്നുന്നെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യട്ടെ. ഇങ്ങനെ നോക്കുത്തിയ പോലെ ഇരിക്കാമെന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും എന്നെക്കൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കൂടെ ഒരു സൈഡില്ലാതെ ഒരാളോട് നമ്മൾ എന്ത് ചെയ്യാനാണ്? പറയുന്ന കേൾക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില മനുഷ്യജന്മം ഇങ്ങനെയാണ്, എല്ലാം അനുഭവിക്കണം, അനുഭവിച്ച് പോകണം. ഞാൻ പറയുക കേസ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലൈഫിൽ. പക്ഷെ എന്തുകൊണ്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവണില്ല. കാരണം നമ്മുടെ അടുത്ത് കിട്ടാത്ത സുരക്ഷിതയും കാര്യങ്ങളും ഈ ലോകത്ത് വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? ഒരമ്മയടുത്തു നിന്ന് കിട്ടാത്ത. അത് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ പോയിച്ച് വരട്ട്. ഇനിയിപ്പം അവനോട് ജീവിക്കാൻ യോഗമെങ്കിൽ ജീവിക്കട്ടെ. തലയിലെടുത്ത് നമ്മൾ ആരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പിന്നെ മോനസ് ഇതിൽ ഒന്നും മിണ്ടുന്നില്ല, ഒരു കാര്യവും മിണ്ടുന്നില്ല. പിന്നെ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് വേണോ, ആവശ്യമുണ്ടോ നമ്മൾക്ക് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞ് ഒരു ചാൻസ് കൂടെ കൊടുക്കാം പ്ലീസ് എന്നവനോട് പറഞ്ഞു. പിന്നെ അവൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. അവനെന്ത് പറയാനാണ്? പോകണമെന്ന് പറയുന്ന വ്യക്തികളോട് എന്ത് പറയും? ഒന്നും പറയാൻ പറ്റില്ല. പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അവൻ കുറേ ഗുണദോഷിച്ചു. പക്ഷേ ആ പുള്ളിക്കാരിയുടെ തലയിൽ അതൊന്നും കയറുന്ന രീതിയല്ല. കാരണം നമ്മളെ ജീവിതത്തിൽ ഒരാളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരുന്നാൽ അത് നമുക്ക് മറക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ ഒരാളെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. പക്ഷെ അതില്ല. അവരുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ പിന്നെ അങ്ങോട്ട് തന്നെയല്ലേ പോകാൻ പറ്റും. ഇപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ അവരുടെ ഇഷ്ടം. ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്തെന്നല്ല, പുള്ളിക്കാരൻ്റെ ഇവൾക്ക് കാണാം. പക്ഷെ ആ പുള്ളിക്കാരൻ ഇവൾ കണ്ടു എന്നുള്ള രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു വെച്ചിരുന്നു. എനിവേ പോണവർ പോട്ട്, നിൽക്കുന്നവർ നിൽക്കട്ട്, അത്രയേ ഉള്ളൂ പറയാൻ. എല്ലാം അവരവരെ വിധി അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇന്നെനിക്ക് രാവിലെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഈ ഒരു സാഡ് ന്യൂസാണ്. എപ്പോൾ പോകുമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇനി ബാക്കിയെല്ലാം അവരുടെ വിധി, വരുന്നിടത്ത് പോലെ നമുക്ക് കാണാം. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക. ഇപ്പോൾ ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെയാണ് എഴുന്നേറ്റത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അവൾ പോകുന്ന കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പം ബാക്കി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ ബൈ, ടാറ്റ.